to Giggly Cow. Hey guys, welcome back to my second part of Minuti vlog. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നടന്നു എന്നുള്ളത്. ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഭയങ്കര വെയിലാണല്ലോ. അപ്പോൾ ഈ ഒരു പാർക്ക് കണ്ടപ്പോൾ നമ്മൾ അവിടെ നിന്ന് ജസ്റ്റ് സൈഡാക്കി അവിടെ ആളുകളെ കണ്ടപ്പോൾ അപ്പോൾ അവിടെ നിന്ന് ഒരാൾ വന്നിട്ട് നിങ്ങൾ ഈ പാർക്കിൻ്റെ അകത്തേക്ക് കയറൂ, ആരുമില്ല ഈ സമയത്ത് ആരുമില്ല, നിങ്ങൾക്ക് ഗ്ലാസ് ബ്രിഡ്ജ് എക്സ്പീരിയൻസ് ചെയ്യാം, നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അത് ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയായി. കാരണം നമ്മളെപ്പോഴും ഗ്ലാസ് ബ്രിഡ്ജൊക്കെ പോകുന്ന സമയത്ത് നല്ല ക്രൗഡഡ് ആയിരിക്കും, നമുക്കൊരു മര്യാദക്കുള്ള ഫോട്ടോ തന്നെ കിട്ടില്ല, കാരണം ബാക്കിലും ക്രൗഡ് ഉണ്ടാവും, അങ്ങനെ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജ് കയറാൻ പോവാണ്. ചെരുപ്പ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഗൈസ്, നമുക്കൊരു സുവർണാവസരം കിട്ടിയിരിക്കുകയാണ്. എന്താ പറയുക, ഈ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് നമ്മൾ രണ്ടുപേരും മാത്രമേ. അപ്പോൾ ഒരു പറഞ്ഞു ചെരുപ്പ് ഇവിടെ ഉണ്ട്, അപ്പോൾ നമ്മൾ ചെരുപ്പ് ഇവിടെ ഊരിച്ച് ഇവരുടെ ചെരുപ്പ് യൂസ് ചെയ്തിട്ട് ഈ കൊട്ടൻ വെയിലത്ത് ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഗ്ലാസ് ബ്രിഡ്ജ് എക്സ്പീരിയൻസ് ആണ്. ഒന്നാമത്തെ എന്താ വെച്ചാൽ താഴെ കൂടെ കടലായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് നമ്മുടെ എയറിലാണ് പോകുന്നത്. ഭയങ്കര എന്താ പറയാ വൈബൻ കേട്ടോ സംഭവം. അത് നമുക്ക് പിന്നെ ഒരിക്കൽ വരാം. നമുക്ക് ചില ഫാമിലികൾ വരുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. കാരണം എന്താ പറഞ്ഞാല് ഞങ്ങള് രണ്ടാളും മാത്രം. ഇതിങ്ങനെ ആസ്വദിക്കാൻ വരണമെങ്കിൽ നമ്മളെന്താ പറയാ, ഞായറാഴ്ചയും ശനിയാഴ്ചയും വരരുത്. ഞായറാഴ്ചയും ശനിയാഴ്ചയും വന്നാല് ഈ ടൈം ഓക്കെയാണ്. കാരണം എന്താ വെച്ചാല് ഇങ്ങനത്തെ കൊട്ടം വെയിലത്ത് ഞായറാഴ്ച ഉണ്ടാവും. ഞായറാഴ്ച രാവിലെ മുതലേ ഇവിടെ ആളുകളുണ്ടാവും. നല്ല വൈബാ. കയ്യിലുള്ള കാറ്റൊക്കെ വീണാ പോയി. താഴെ നല്ല ആയാട്ടോ ഉണ്ടല്ലേ. നിങ്ങളെല്ലാരും ഇതാക്കിണ്ടാവും ഉണ്ടോ? ഓക്കേ, ഇനി 15 ഇപ്പടുക്ക് ഇതാക്കണേ. 15 പേർക്കാണത് ഉള്ളത്. എന്താന്ന് വെച്ചാൽ ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. സംഭവം താഴത്ത് നോക്കുമ്പോ ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. ഗൈസ് നോക്കൂ, ഞങ്ങൾ എവിടെയാണെന്ന് നോക്കൂ, എത്ര ഹൈറ്റിലാണെന്ന് നോക്കൂ. ഞങ്ങൾ നല്ല ഹൈറ്റിലാണ് നിക്കണത്. പേടിയില്ല. ഇപ്പൊ ഒരു പേരും പേരാണ് ഭയങ്കര ഭംഗിയായിക്കാരും കാണാം. അതെ അതെ, നല്ല ഭംഗിയായിരിക്കും. ഇതിന്റെ അപ്പുറത്തും ഉണ്ടല്ലേ ഒരു ഗ്ലാസ് ബ്രിഡ്ജ്. അപ്പോ വെയിലാണ്, നല്ല വെയിലാണ്. നല്ല വെയിലാണ്, നല്ല അടിപൊളി. എന്നാലും വേണ്ടില്ല അല്ലേ. അതിപ്പോ നമുക്ക് വെയില് നമ്മളെ വിഷയമല്ല. നമ്മള് എന്താ പറയാ, കന്യാകുമാരി വരെയുള്ള വെയില് അടിച്ച് ടാൻ അടിച്ച് തൂഫാനായി വന്ന ആൾക്കാരാണ് ഞങ്ങൾ രണ്ടാളും. ടാന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെത്തിയപ്പോൾ ഞങ്ങളല്ലാതായി പോയി. അത്രയും അധികം ടാൻ അടിച്ച ആൾക്കാരാണ്. അതുകൊണ്ട് ഈ വെയിലൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല. നമ്മൾ അതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്ത് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടാണെങ്കിലും പാടില്ല, വെയിൽ കൊണ്ടിട്ട് തന്നെ ബാക്കി കാര്യം. അങ്ങനത്തെ മെന്റാലിറ്റിയാണ്. സോ പക്ഷെ വേറെ എന്താന്ന് വെച്ചാല്, ഞങ്ങള് വെയിലത്താണ് ഇറങ്ങുന്നത്. മൊത്തത്തിൽ വെയിലുണ്ടാവുമ്പോഴാണ് ഞങ്ങൾ ഇറങ്ങുന്നത് തന്നെ. അതുകൊണ്ടാണ്. പക്ഷെ അടിപൊളി വ്യൂ, ഇവിടുന്ന് അങ്ങോട്ടുള്ള വ്യൂ അടിപൊളി. എന്താ വ്യൂ, അടിപൊളി വ്യൂ. കേട്ടോ, ഞങ്ങള് കന്യാകുമാരി പോയാണ്ട് ഇപ്പൊ ഞാൻ ക്ലാസ് വെച്ചാണ്. ക്ലാസ് എടുക്കണോ? കന്യാകുമാരിന്ന് ഞങ്ങൾ ഇതേപോലെ ക്ലാസ് പിടിച്ച് വന്ന്
ഇതുപോലെ ഒരു ഇതെടുത്തിട്ടുണ്ടോ അതോ അവിടെ കടലിന് ഇതായത് ഇവിടെ കടലല്ല. കടലല്ല ഇവിടെ അടിയിൽ എന്താ പറയാ ഇങ്ങോട്ട് നോക്കാനില്ല, ഭയങ്കര സൂര്യൻ കുത്തുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് നിൽക്കാം. ആണല്ലേ ഇതേമാതിരി ഞങ്ങൾ കന്യാകുമാരി നിർത്തുന്നുണ്ടോ. അടി ഇങ്ങനെയാണ് വരുന്നത്. ഈ ചെരുപ്പ് നമ്മളില്ല, ഇവിടെ ചെരുപ്പിടാം. കന്യാകുമാരി ചെരുപ്പിടാൻ പറ്റില്ലേ, ഷൂ അയച്ചു വെച്ചിരിക്കുന്നത്. ഇത് ഇവിടെ ഇതിനായിട്ട് പിന്നെ ചൂടല്ല, അതുകൊണ്ടായിരിക്കും. ഗ്ലാസ്സിൽ ഇല്ല, ഗ്ലാസ് ചൂടില്ല. ചൂടില്ല, ഞാൻ ചെരുപ്പ് അയച്ചു വെക്കില്ല. പക്ഷെ ഭയങ്കര വൈബ് കിട്ടോ, ഭയങ്കര വൈബ് പറഞ്ഞാൽ ഭയങ്കര വൈബ്. അപ്പോൾ ഗൈസ് നമ്മൾ 100 രൂപ പെർ ഹെഡിന് 100 രൂപ വെച്ചിട്ട് 2 ആൾക്ക് 200 രൂപ കൊടുത്ത് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജും ഇപ്പോൾ ഒരു അരമണിക്കൂർ എന്തായാലും ഉണ്ടാവില്ലേ. ഇങ്ങനെ നിൽക്കാൻ കഴിയണ ആളില്ല കേട്ടോ, അതുകൊണ്ടാണ്. പക്ഷെ നല്ല വർത്തായി. പക്ഷെ എന്താണോ നമുക്ക് എന്ത് ലക്ക് കൊണ്ടാണ് എന്താണെന്ന് അറിയില്ല. പോകുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബ്യൂട്ടി നമുക്കായിട്ട് കരുതി വെക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഒന്നും വിചാരിച്ച് വന്നതല്ല, ജസ്റ്റ് ഒന്ന് മിനിയൂട്ടി വഴി അങ്ങനെ പോയി നോക്കാം. എന്താ കണ്ടന്റ് ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് പോവാന്നുള്ള രീതിയിൽ വന്നതാണ്. അപ്പോൾ നല്ലൊരു കണ്ടന്റ് കണ്ടന്റ് എന്നല്ല, നല്ലൊരു ബ്യൂട്ടി നമുക്ക് കിട്ടി. ഹാപ്പി നാച്ചുറൽ നമ്മളോട് കൂടെ. നല്ല ഏരിയയാണ്. ഇവിടെ ഒരു സ്വിങ് ഉണ്ട്, പക്ഷെ അപ്പോൾ ആരും ചെയ്യല്ല തോന്നുന്നു. എന്താ അറിയില്ല, ഇപ്പോഴത്തെ ഈ ഒരു വെയിലോ എന്താ അറിയില്ല, അവിടെ ഇപ്പോൾ ആരുമില്ല. അപ്പോൾ ഇനി ഞങ്ങൾ ഇത് ഗ്ലാസ് പിടിക്കണമെന്ന് ഇറങ്ങാം കേട്ടോ. നല്ല വെയിലാണ്, പക്ഷെ എന്നാലും പ്രശ്നമില്ല. അതെ, വിഷയമില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഈ ഗ്ലാസ് പിടിക്കുമെന്ന് ഇറങ്ങിയിട്ട് ഞങ്ങളങ്ങനെ നടക്കട്ടെ. ഓക്കെ, വൈബാണ് കേട്ടോ, സംഭവം രസമാണ്. ഇവിടെ വരികയാണെങ്കിൽ കാഴ്ചകൾ പറഞ്ഞാൽ വലിയ കാഴ്ചകളാണ്, പക്ഷെ എന്നാലോ നമ്മളെ മൈൻഡ് കൂളാണ്. പക്ഷേ നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ കേട്ടോ, നമ്മളെ ഇവിടുന്ന് കൊണ്ടോട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് വല്ല കിലോമീറ്റർ ഇല്ല, പക്ഷെ എന്നാലും ഹാപ്പിയാണ്. അപ്പോൾ എന്താണ് നമ്മൾ എന്തായാലും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ചെറിയ മൊമെൻറ്റും ഹാപ്പി ആയിട്ട് കൊണ്ട് നമുക്ക് ടെൻഷനും, മനുഷ്യന്മാരായാലും ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞ പോലെ മനുഷ്യന്മാരായാൽ എന്തായാലും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ പ്രസൻറ്റിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഹാപ്പി ആവുക, പ്രസൻറ്റിൽ ജീവിക്കുക. ഫ്യൂച്ചർ ഉണ്ട്, പാസ്റ്റ് കഴിഞ്ഞു പോയി, ഫ്യൂച്ചറിനെ ഓർത്ത് നമ്മൾ ആകുലപ്പെടേണ്ട, കഴിഞ്ഞു പോയതിനെ കുറിച്ച് ഓർത്തിട്ട് നമ്മൾ സങ്കടപ്പെടേണ്ട. ഈ പ്രസൻറ്റിൽ എത്രത്തോളം നമ്മളെ കൊണ്ട് ഹാപ്പി ആവാൻ കഴിയുമോ അത്രത്തോളം ഹാപ്പി ആയിട്ട് ജീവിതം എൻജോയ് ചെയ്യാം. ചെറിയ ജീവിതം, മോട്ടിവേഷൻ. ഓക്കെ.
വിചാരിക്കാതെ My God. നമ്മൾ വിചാരിക്കാത്ത കുറച്ച് സംഭവങ്ങളും കൂടെ ഇന്നലെ ദിവസം നടന്നിട്ടുണ്ട്. ഇങ്ങോട്ട് കാണാണ്ട് ഞങ്ങൾ ഫുള്ള് കണ്ടിട്ടില്ല. എന്താ പറയുക, ഇതന്നെ മനസ്സാകണം അറിഞ്ഞു. ഇനി പിന്നെ ഒരിക്കൽ കൂടി വരാം. നമ്മൾ വരുമ്പോഴൊക്കെ ഇങ്ങനെ ഓരോ അനുഭവമല്ലേ. ഞങ്ങളിപ്പോൾ ഒരുപാട് വട്ടം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, പക്ഷെ ഇങ്ങനത്തെ ഒരു അനുഭവം കിട്ടിയില്ല. എന്താ പറഞ്ഞാൽ ഇത് പറഞ്ഞാൽ ആൾ കുറവ്. ഉച്ച സമയം നമ്മളെ കാലം ഉച്ച സമയത്ത് ഇങ്ങനെ ഭയങ്കര പ്രഷറായി. കാരണം വെയിലും ഇതും ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇപ്പം എന്താ അറിയില്ല, ഇപ്പം ഇങ്ങനെ യാത്ര ചെയ്ത് യാത്ര ചെയ്തുകൊണ്ട് ശരിയായിന്. പക്ഷെ ഇവിടെ ചൂടുണ്ടോ ചോദിച്ചാൽ നല്ല ചൂടില്ല, കാറ്റുണ്ട്. നല്ലൊരു നല്ലൊരു വൈബ് അല്ലേ. പക്ഷേ ഗ്ലാസ് ബ്രിഡ്ജിലും നമ്മൾ ഇത്ര കാരണം ഞങ്ങൾ രണ്ടാളും ഒരു 1.5 മണിക്കൂർ വരാറുണ്ട്. അതേപോലെ മസാജ് ചെയ്ത് അത് നമുക്ക് എന്താ പറയുക തിരക്കില്ലാതെ. ഇതിന് 50 റുപ്യ രണ്ടാളും കൂടി ഇത് ചെയ്ത്. അതേപോലെ മറ്റൊരു പേരെന്താണ് അത് ഫസ്റ്റ് അനുഭവമാണ്. നല്ല വൈബ്. ഇവിടെ വന്നാൽ ചെയ്ത് നോക്കി നല്ല ഇതാണ്. നമ്മളിപ്പോൾ അതേമാതിരി നമ്മൾ ചെയ്തത് ഇപ്പോൾ 50 റുപ്യ വെച്ചാൽ 5 മിനിറ്റിന് 50 റുപ്യ. അത് നമ്മളിപ്പോൾ കോഴിക്കോട് നിന്നൊക്കെ ചെയ്യുകയാണെങ്കിൽ 120, 150 ഒക്കെ പറയുന്നത്. പക്ഷേ അതിനേക്കാട്ടിലും ഇത് അവിടുത്തെ കോഴിക്കോട് ഞങ്ങൾ ചെയ്തിട്ടില്ല. പക്ഷേ അതിനേക്കാട്ടിലും കാണാനും ഉണ്ട്, ആസ്വദിക്കാനും ഉണ്ട്. ഒരു വൈബ്. അപ്പം എന്തായാലും നമുക്കിനി ഇതുപോലെയുള്ള പുതിയ പുതിയ കാര്യങ്ങളായിട്ട് വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം. ബൈ ബൈ.